ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മിശിഹായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കന്മാരെ, നമ്മൾ ഈ ആഴ്ച നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ തിരുവചന ഭാഗത്തിൽ നാം ദർശിക്കുന്നത് കാനാൻകാരി സ്ത്രീയുടെ മകളെ സ്വാസ്ഥ്യമാക്കുന്ന ഈശോയെയാണ്. ഈ കഥ വെറുമൊരു രോഗസൗഖ്യ കഥ മാത്രമായി കാണാതെ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഏതു മനോഭാവത്തോടു കൂടിയാണോ കാനാൻകാരി സ്ത്രീ ഈശോയെ സമീപിക്കുന്നത്, അത് തന്നെയാണ് യേശു മിശിഹായുടെ കൃപയ്ക്ക് അവൾ യോഗ്യമാക്കിയത്. പലപ്പോഴും നോമ്പ് കാലത്തിൽ നമ്മൾ പല പാപ സാഹചര്യങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രഥമമായ ചിന്ത എളിമയുടെ ഒരു ചിന്തയാണ്. അവൾ ഏത് അറ്റം വരെയും എളിമപ്പെട്ട് ദൈവത്തിന്റെ രക്ഷയ്ക്ക് പാത്രമാകാൻ തയ്യാറായ വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഈ നോമ്പിന്റെ ചൈതന്യമായി എളിമ എന്ന പുണ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുക എന്നത് തന്നെയാണ്. എളിമ പലപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പുണ്യം തന്നെയാണ്. ഞാൻ ശരിയല്ലേ, ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. എന്നാൽ സൗഖ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള പുണ്യം എന്ന് പറയുന്നത് എളിമ എന്ന പുണ്യം തന്നെയാണ് എന്നാണ് ഇന്നത്തെ വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ എളിമ എന്ന പുണ്യം ഉണ്ടാകുവാനും എളിമയോടുകൂടെ ജീവിക്കുവാനും പരിശ്രമിച്ചാൽ കാനാൻകാരി സ്ത്രീയുടെ അപേക്ഷ ദൈവം സ്വീകരിച്ചതുപോലെ നമ്മുടെ അപേക്ഷയും ദൈവം സ്വീകരിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ പാപകരമായ ജീവിതത്തിൽ ചില പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കി നിർമ്മലതയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും